കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ സിപിഎമ്മിന് പ്രതീക്ഷയെ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഇടതുമുന്നണി ഭരണ തുടർച്ച നേടുമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ ഒരുപോലെ വിലയിരുത്തുന്നു. കൊടുങ്ങല്ലൂരിൽ യുഡിഎഫിന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തൽ. ഭൂരിപക്ഷത്തിൽ ഇടതു വന്നാലും കൊടുങ്ങല്ലൂരിൽ എൽഡിഎഫ് നിലനിർത്തുമെന്ന് ഇടത് നേതാക്കൾ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകി ദളിത് സംഘടനകൾ. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ സിപിഎമ്മിന് പ്രതീക്ഷയായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിന് സിപിഎം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണ തുടർച്ച നേടുമെന്ന് സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഒരുപോലെ വിലയിരുത്തുന്നു. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറിയെന്നാണ് സിപിഎം കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇടതുമുന്നണിക്ക് 73 സീറ്റുകൾ വരെ ലഭിക്കാം. എന്നാൽ പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് 80 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് നൽകിയ കണക്കുകൾ പ്രകാരം എൽഡിഎഫ് കഷ്ടിച്ച് ഭരണ തുടർച്ച നേടുമെന്നാണ് സൂചന. എന്നാൽ താഴെത്തട്ടിൽ നിന്നുള്ള പാർട്ടി റിപ്പോർട്ടുകൾ ഇതിലും അനുകൂലമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. 80 സീറ്റുകൾ നേടി കരുത്തുറ്റ ഭരണ തുടർച്ചയാണ് പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറിയെന്നാണ് സിപിഎം കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. മുസ്ലിം ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുന്നത്. ഇത്തവണ കേരളത്തിൽ ബിജെപി വൻ മുന്നേറ്റം നടത്തുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് 15 സീറ്റുകൾ വരെ ബിജെപിക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ബിജെപിയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചത് വിജയ സാധ്യത കൂട്ടുന്നു. കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ബിജെപിയുടെ മുന്നേറ്റം സിപിഎമ്മിന് ഭരണ തുടർച്ചയ്ക്ക് സഹായമാകുമെന്നതാണ്. പല മണ്ഡലങ്ങളിലും ബിജെപി പിടിക്കുന്ന വോട്ടുകൾ യുഡിഎഫിന്റെ വിജയ സാധ്യതകളെയാണ് ബാധിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ ബിജെപിയിലേക്ക് ഒഴുകുന്നത് ഭരണവിരുദ്ധ വികാരം ഭിന്നിക്കപ്പെടാൻ കാരണമാകുന്നു. ഇത് അന്തിമമായി എൽഡിഎഫിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണമെന്നും പറയുന്നു. ഈ റിപ്പോർട്ടുകളൊന്നും ആരും സ്ഥിരീകരിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. കുറഞ്ഞത് 85 സീറ്റുമായി അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ. മീഡിയ ടൈം, കൊച്ചി. കൊടുങ്ങല്ലൂരിൽ യുഡിഎഫിന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. പ്രചരണങ്ങളിൽ ഏറെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞതും ഭരണവിരുദ്ധ വികാരമാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. എന്നാൽ ഭൂരിപക്ഷത്തിൽ ഇടതു വന്നാലും കൊടുങ്ങല്ലൂരിൽ എൽഡിഎഫ് നിലനിർത്തുമെന്നാണ് ഇടതു നേതാക്കളുടെ അവകാശവാദം. പുറമേക്ക് അമിത ആത്മവിശ്വാസവും ആത്മധൈര്യവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മുന്നണി നേതാക്കളുടെ ഉള്ളിൽ ചങ്കിടിപ്പാണ്. അടുത്ത തിങ്കളാഴ്ച ഈ സമയത്തിനകം കൊടുങ്ങല്ലൂരിലെ വിധി അറിയാം. കൊടുങ്ങല്ലൂരിലെ വോട്ടർമാർ ആരെയാകും പിന്തുണയ്ക്കുക? നേതാക്കളുടെ കൂട്ടലും കിഴിക്കലും പല വഴിക്കാണ്. 10 വർഷമായി MLA ആയ VR സുനിൽകുമാറിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് ശക്തമായ പ്രചാരണത്തിലൂടെ മത്സരം കടുപ്പിച്ചു. പാഴായ 10 വർഷങ്ങൾ എന്നതായിരുന്നു സുനിൽകുമാറിനെതിരെയുള്ള UDF ആയുധം. വയനാട് ഫണ്ട് വിവാദമായിരുന്നു തിരിച്ചടിക്കാനുള്ള LDF മറുമരുന്ന്. ഷാഫി പറമ്പിലും ചാണ്ടിയുമ്മനും മണ്ഡലത്തിലെത്തി യുവാക്കളെ ഇളക്കിമറിച്ചു. മറുപടിയായി മെഗാ റോഡ് ഷോ നടത്തിയാണ് LDF ശക്തി തെളിയിച്ചത്. വയനാട് ഫണ്ട് തട്ടിപ്പ് കോൺഗ്രസ് നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചുള്ള പ്രചാരണം LDF നടത്തിയപ്പോൾ പുല്ലൂറ്റ് പാലം തകർച്ച, കരൂപടന്ന പാലം തകർച്ച, പുല്ലൂറ്റ് VK രാജൻ മൈതാനം പണി പൂർത്തിയാക്കാതിരുന്നത്, തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ മണ്ഡലത്തിലെ ഇഴയൽ, മാള മേഖലയിലെ വിവിധ പദ്ധതികൾ നിർത്തിവെച്ചത് എന്നിവ UDF ചൂണ്ടിക്കാട്ടി പ്രചരണം കൊഴുപ്പിച്ചു. 1300 കോടിയുടെ റോഡ് വികസനമായിരുന്നു LDF മറുപടിയെങ്കിലും അവസാന ലാപ്പിൽ പ്രചരണം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മറ്റൊരു ദിശയിലേക്കാണ് പോയത്. അതിനിടെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജും പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. പുതിയ വികസന മാർഗരേഖകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ വർഗീസ് ജോർജിനായി പ്രചരണത്തിനെത്തിയത് പ്രവർത്തകരിൽ ആവേശം പകർന്നിരുന്നു. NDAക്ക് വ്യക്തമായ വോട്ട് ബാങ്കുള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വർഗീസ് ജോർജ് നേടുന്ന വോട്ടുകൾ നിർണായകമാണ്.
വിജയം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയക്കപ്പുറം ജനം എന്ത് വിധിയെഴുതുമെന്നറിയാനാണ് ആകാംക്ഷ. കൊടുങ്ങല്ലൂരിൽ LDF നിലനിർത്തുമോ, UDF ഞെട്ടിക്കുമോ, NDA പതറുമോ എന്നറിയാൻ തിങ്കളാഴ്ച വരെയും കാത്തിരിക്കാം. ക്യാമറാമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകി ദളിത് സംഘടനകൾ. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. രോഹിത് വെൺമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നാളെ നടത്തുന്ന ഹർത്താൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സമത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരെയും പോലെ ഞങ്ങളുടെ കുട്ടികൾക്കും മാന്യമായി വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗൗരവം നിസ്സാരമല്ല. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്, നവോത്ഥാന കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് ഇന്ന് ജാതിയുടെ ഉറ്റുപിടിച്ച ചില മനസ്സുകൾ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വ്യാജ ബിൽ നൽകി പണം തട്ടാൻ ശ്രമിച്ച മുൻസിഫ് മജിസ്ട്രേറ്റിന് സസ്പെൻഷൻ. തൃശൂർ ജുഡീഷ്യൽ 3ാം ക്ലാസ് മജിസ്ട്രേറ്റ് TR റോസ്മേരിയാണ് സസ്പെൻഡ് ചെയ്തത്. വ്യാജ മെഡിക്കൽ ബില്ല് നൽകി തുക തട്ടാനായിരുന്നു ശ്രമം. ഇത്തരത്തിൽ 30,000 രൂപ ഇവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കണ്ടെത്തൽ. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തത്. കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ബില്ലാണ് ഇവർ തട്ടിപ്പിന് നടത്താനായി നൽകിയത്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. ഇതിനിടയിൽ വിശദമായ അന്വേഷണവും നടത്തും. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് ആയിരിക്കെ SIയോട് മോശം വാക്കുകൾ ഉപയോഗിച്ചതിന് നടപടി നേരിട്ടിരുന്നു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദ്ദേവുസിന്റെ ഊട്ടുതിരുന്നാൾ ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കൊടിയേറ്റത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് തിരുനാൾ പ്രസിദ്ധി വാഴ്ച, ലതിഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് തുമ്പൂർ പള്ളി വികാരി ഫാദർ സിബി കള്ളപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡെൽബിൻ തെക്കുംപുറം സഹകാർമ്മ്യനാകും. ദിവ്യബലിയെ തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം, ഊട്ടുനിറച്ച വിതരണവും നടക്കും. വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, കൈക്കാരന്മാരായ ജോർജ് പൊന്മനശ്ശേരി, ആന്റോ മഞ്ഞളി, ജനറൽ കൺവീനർ ജോഷി തെക്കുംപുറം, പബ്ലിസിറ്റി കൺവീനർ സീക്കോ മഞ്ഞളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാൻ മേഖലയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കായിക പരിശീലനത്തിനും മത്സരങ്ങൾ സംഘടിപ്പിക്കാനുമായി മൈതാനവും ഇൻഡോർ സ്റ്റേഡിയം ഒരുക്കണമെന്ന് ആറ്റപ്പാറം ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ബാലസംഗമം ആവശ്യപ്പെട്ടു. കൊരട്ടി, കാടുകുറ്റി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പാടം ഫാം റോഡിൽ ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കണമെന്നും ആറ്റപ്പാടം റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബാലസംഗമം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ രാജീവ് തങ്കപ്പൻ, അന്നനാട് ഡോക്ടർ കെയർ ഹോമിയോപ്പതി ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിയ ഗോവിന്ദ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. കൊരട്ടി സമ്മത സാംസ്കാരിക വേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പ് മാരിവില് 2026 ആരംഭിച്ചു. ജസ്റ്റ് എ ബ്ലർ എന്ന കഥാസമാഹാര പുസ്തക രചയിതാവും CMI പബ്ലിക് സ്കൂൾ 9ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയുമായ ബെഞ്ചമിൻ ഷൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റ് എ ബ്ലർ എന്ന പുസ്തകത്തെക്കുറിച്ച് കോളേജ് അധ്യാപിക ജിസ്ന ജോൺസൺ പരിചയപ്പെടുത്തി സംസാരിച്ചു. ക്യാമ്പിന് നന്ദിത, അവനിജിയ TM, നിവേദിത KS, സഫ്ദർ സുൽഫിക്കർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു.
കനകമല അടിവാരം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ 8ാം ഇടം ഗീവർഗീസ് സഹദായുടെ തിരുനാളായി ആഘോഷിച്ചു. രാവിലെ നടന്ന കുർബാനയ്ക്ക് തീർത്ഥാടന കേന്ദ്രം സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന ആഘോഷമായ കുർബാനയ്ക്കും നൊവേനയ്ക്കും തിരുനാൾ പ്രദക്ഷിണത്തിനും ഫാദർ അരുൺ ഭരണിക്കുളങ്ങര കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു. പരിപാടികൾക്ക് സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റി, ജോജു ചുള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ 11ാം വാർഡിൽ യുവാക്കൾക്കായി തയ്യാറാക്കിയ ഫുട്ബോൾ ഗ്രൗണ്ട് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ചൈതന്യ ബിജു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, മുൻ കൗൺസിലർ PN വിനയചന്ദ്രൻ, KS ഇമ്രാൻ, KA ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കട ഗ്രീൻ ലിയർ ട്രീ ഹൗസിന് സമീപം വാർഡിലെ ജനങ്ങളുടെ സഹായത്തോടെയാണ് ഗ്രൗണ്ട് തയ്യാറാക്കിയത്. കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബ്ബ് പ്രതിമാസ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. MIT ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് പൊളിറ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സനദ് C സദാനന്ദ് പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്തെ തിരിച്ചടികൾ എന്ന വിഷയത്തിലും NM ഹുസൈൻ സയനിസത്തിന്റെ കാണാചരടുകൾ എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തി. ഡോക്ടർ KA നവാസ്, AK അബ്ദുൽ സമദ്, മുഹമ്മദ് ബഷീർ, മുഹമ്മദ് അഷ്റഫ്, അനസ് നദ്വി, റഷീദ് സക്കീർ ഹുസൈൻ, പ്രൊഫസർ സുമേധൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ CPM-ന് പ്രതീക്ഷയെ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഇടതുമുന്നണി ഭരണ തുടർച്ച നേടുമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ ഒരുപോലെ വിലയിരുത്തുന്നു. കൊടുങ്ങല്ലൂരിൽ UDF-ന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തൽ. ഭൂരിപക്ഷത്തിൽ ഇടതു വന്നാലും കൊടുങ്ങല്ലൂരിൽ LDF നിലനിർത്തുമെന്ന് ഇടത് നേതാക്കൾ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകി ദളിത് സംഘടനകൾ. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.